അന്തരീക്ഷത്തിൽ നിന്ന് ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ വലിച്ചെടുത്ത് വളരുന്നവയാണ് എയർ പ്ലാന്റ്സുകൾ. ഇതെന്റെ കയ്യിലുള്ള ടിലാൻസിയ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റുകളാണ്. ഇത് റെഡ് കളറും പിന്നെ യെല്ലോയുമാണ്. ഈ യെല്ലോ കളറിൽ വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുന്നത്. റെഡ് കളറിൽ വരുന്നതിന്റെ അകത്തായിട്ട് വയലറ്റ് പൂവാണ് പുറത്തോട്ട് തെള്ളി വരുന്നത്. കാണാൻ വളരെ ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് എയർ പ്ലാന്റുകൾ. നമുക്കിവ നടാനായിട്ട് പോട്ടി മിക്സോ മീഡിയോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു തടിയുടെ പീസ് കിട്ടുവാണെങ്കിൽ അതിലൊന്ന് കെട്ടിവെച്ച് വളർത്തുകയോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിൽ പെബിൾസ് ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വളർത്തുകയോ ഒക്കെ ചെയ്യാവുന്ന വളരെ നല്ലൊരു പ്ലാന്റാണ് എയർ പ്ലാന്റുകൾ. നമുക്ക് പ്ലാന്റോട് ഇഷ്ടമുണ്ടായിട്ടും വളർത്താൻ സമയമില്ലാത്തത് കൊണ്ടും സ്ഥലപരിമിതി കൊണ്ടും ഫ്ലാറ്റിലുള്ളവർക്കും ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് എയർ പ്ലാന്റുകൾ. ഈ സ്പാനിഷ് മോസും ടിലാൻസിയും അതുപോലെ തന്നെ ബ്രോമിലിയാഡ്സും ഇതെല്ലാം നമുക്ക് ഇതുപോലെ തടികളിൽ വെച്ച് കെട്ടിവെച്ച് വളർത്താൻ പറ്റുന്നവയാണ്. പ്രത്യേകിച്ച് ഒരു മീഡിയോ വളവോ ഒന്നിൻ്റെ ആവശ്യം ഇവയ്ക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് ഓർക്കിഡിന് കൊടുക്കുന്ന ഏത് വളവും നമുക്ക് ഇവയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എയർ പ്ലാന്റ് ഒക്കെ ഒരിടത്ത് കെട്ടി വെക്കുമ്പോൾ നൂൽക്കമ്പി ഉപയോഗിച്ചൊന്നും നമ്മൾ കെട്ടാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ചൂട് കൊണ്ട് ആ ഒരു ഭാഗത്ത് മാത്രം കരിഞ്ഞു പോകാനിടയുണ്ട്. ഈ കാണുന്നതാണ് ബ്രോമലിയാഡ്. ഇത് ഞാനൊരു തടിയിൽ ചുമ്മാ വെച്ച് കെട്ടിയിട്ടേ ഉള്ളൂ, ചകിരിയും വെച്ച് കെട്ടി വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ മരത്തടികളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫീലാണ് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവരുന്നത്.